ചിരപുരാതനമായ ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. കൊടിയേറ്റ് ചടങ്ങിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. 1.5 കോടി രൂപ ചിലവാക്കി നിർമ്മിച്ച നടപ്പന്തലും ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു. ചിരപുരാതനമായ ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ചൊവ്വാഴ്ച രാവിലെ 9-ന് കൊടിയേറ്റ് ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രിമാരായ മോനാട്ട് മനക്കൽ കൃഷ്ണൻ നമ്പൂതിരിയുടെയും ഗോവിന്ദൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങ് നടന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 17-നാണ് ആറാട്ടുത്സവം. വൈകുന്നേരം 7:30-ന് ബാലെ, രാത്രി 8-ന് ആറാട്ട് പുറപ്പാട്, 10-ന് ആറാട്ട് വരവ്, വലിയ കാണിക്ക എന്നിവ നടക്കും. കൊടിയേറ്റിന് ശേഷം ക്ഷേത്രത്തിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച ക്ഷേത്ര നടപ്പന്തലിൻ്റെ സമർപ്പണവും നടന്നു. ക്ഷേത്ര ഊരാളൻ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ സമർപ്പണ കർമ്മം നിർവഹിച്ചു. ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ചാണ് പന്തൽ നിർമ്മിച്ചത്. ക്ഷേത്രത്തിൻ്റെ വടക്ക്, പടിഞ്ഞാറ്, തെക്ക് ഭാഗങ്ങളിലാണ് പുതിയ നടപ്പന്തൽ നിർമ്മിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇത് ചേർത്തലക്കാരുടെ ക്ഷേത്രം. ഈ ഭരണസമിതി മനോഹരമായിട്ടുള്ള ഭരണം നടത്തുന്നു. ഇതിങ്ങനെ തന്നെ പോട്ടെ. ഇനി ഉടമസ്ഥൻ എന്നുള്ള ആ ഒരു നിലയിൽ ഞാൻ എന്ത് വേണം, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്നും കൂടെ ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ദേവസ്വം പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ, സെക്രട്ടറി CK സുരേഷ് ബാബു, മാനേജർ MD ശ്രീകുമാർ, ട്രഷറർ P ഗോവിന്ദക്കമ്മത്ത്, വൈസ് പ്രസിഡന്റ് GK അജിത്ത്, ജോയിന്റ് സെക്രട്ടറി NB മധുസൂദനൻ, മറ്റു ഭാരവാഹികളായ MB സോഹൻലാൽ, CV വേണുഗോപാൽ, ജയകൃഷ്ണൻ പുതുമനയില്ലം, CM പുരുഷോത്തമൻ നായർ, MB മഹീധരൻ, K മുരുകൻ, R പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു.